ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങളുടെ ഇവിടെ പറയുക തോട്ടുകറി എന്നാണ്. അപ്പോൾ അതിൻ്റെ ആ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് ഞാൻ എരുന്തെടുത്തിട്ടുണ്ട്. നല്ല ചെറിയ എരുന്താണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കഴുകാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇത് അത്യാവശ്യം ഞാൻ നല്ല രീതിയിൽ കഴുകി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഗ്യാസ് ഓൺ ചെയ്ത് അതിലേക്ക് വെക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ വെക്കുന്ന സമയത്ത് അതിൽ ഞാൻ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. അത് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി അതിൽ നല്ല വെള്ളം ഉണ്ടാവും. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അടച്ച് വെച്ച് ഇതൊന്ന് വേവിക്കുക. ഒരു 10 മിനിറ്റൊക്കെ ഏകദേശം മതി ഇത് വെന്ത് കിട്ടാൻ വേണ്ടി. അതിന് ശേഷം ഞാൻ ഒരു പിടി അരി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ആ അരി ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതൊന്ന് വറുത്തെടുക്കുകയാണ്. അപ്പോൾ എരുന്ന് നമ്മൾ അടുപ്പത്ത് വെക്കുന്ന സമയത്ത് നമ്മൾ തീരെ വെള്ളം ചേർക്കേണ്ട. അത് ഓൾറെഡി അത്യാവശ്യം നല്ല വെള്ളം ഉള്ളത് കൊണ്ട് തന്നെ വെള്ളം വേവുന്നതിനനുസരിച്ച് വെള്ളം ഇറങ്ങി വരും. പിന്നെ ഉപ്പിൻ്റെ ആവശ്യമില്ല. അത് അത്യാവശ്യം നല്ല ഉപ്പുണ്ടാവും. പിന്നെ നമുക്ക് ലാസ്റ്റ് അതിനനുസരിച്ച് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ നമ്മുടെ അരി ഒരുവിധം സെറ്റായി വരുന്നുണ്ട്. അപ്പോൾ അരി വറുത്ത് ഏകദേശം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ എരുന്ത് ഒരുവിധം റെഡി ആയിട്ടുണ്ട്. ഇത് വെന്താൽ ഇതിങ്ങനെ ഉള്ളു തുറന്നു വരും. ഇപ്പോൾ ഇതേ നല്ല വൃത്തിക്ക് തുറന്നു വന്നിട്ടുണ്ട്. ചിലതൊക്കെ ഒന്ന് ശരിയാവാണ്ട്. അപ്പോൾ ഞാനതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു അരമുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി ഒരു 8 എണ്ണം എടുത്തിട്ടുണ്ട്. അതുപോലെ വലിയ ജീരകം 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ വറ്റൽമുളക് ഒരു 5 എണ്ണം എടുത്തിട്ട് അതൊന്ന് വറുത്തെടുക്കണം. അത് വറുത്തെടുത്ത ശേഷം വറുത്ത് വെച്ചിരിക്കുന്ന അരിയും വറ്റൽമുളകും ചേർത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ അതേ ഇവിടെ പൊടിച്ച് റെഡിയായി വന്നിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ കുഞ്ഞുള്ളി അതിലേക്ക് ഇടുക, ജീരകം ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് നല്ലൊരു വെള്ളമൊന്നും ചേർക്കാതെ നല്ല രീതിയിലൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ അതിവിടെ സെറ്റായി വന്നിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ വെന്ത എരുന്തിലേക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കണം. തേങ്ങ ചതച്ച് ഒരുവിധം സെറ്റായി വന്നത് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഈ അരപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതൊരുവിധം എല്ലാ രീതിയിലും നല്ല സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിങ്ങനെ യോജിപ്പിച്ചെടുക്കുന്നത്. അതിൻ്റെ അടിയിൽ കുറച്ച് വെള്ളമുണ്ട്. ആ വെള്ളം അത്യാവശ്യം കുഴപ്പമില്ലാതെ നമുക്ക് കിട്ടണം. അപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് മഞ്ഞൾപ്പൊടിയുടെ കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്നും കൂടി ഗ്യാസിൽ വെച്ചിട്ട് അതൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അരി വറുത്ത് പൊടിച്ചതും വറ്റൽമുളകും കൂടി നമ്മൾ ഒരുമിച്ച് പൊടിച്ച് വെച്ചതായിരുന്നല്ലോ, അത് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ നല്ല രീതിക്കൊന്ന് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ നല്ല മണമൊക്കെ വരുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് ഇതിന്. അതിനുശേഷം ഞാനൊരു 10 മിനിറ്റ് ഇത് അടച്ച് വയ്ക്കുന്നുണ്ട്. 10 മിനിറ്റിന് ശേഷം ഞാൻ അത് തുറക്കാൻ പോവുകയാണ്. അപ്പോൾ 10 മിനിറ്റിന് ശേഷം ഞാനത് തുറന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണിത്. നിങ്ങൾ എന്തായാലും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് വെച്ചാൽ അറിയിക്കുക. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതിൻ്റെ മസാലയൊക്കെ ഞാൻ കുറച്ച് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതങ്ങനെ തിന്നുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.